ഹലോ, മാക്രോസ് എന്താണെന്നുള്ള ഒരു ബിഗിനിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വളരെ ബേസിക്കായിട്ട് ഒരു മാക്രോ റെക്കോർഡ് ചെയ്തിട്ട് വേറൊരു ഷീറ്റിൽ നമ്മൾ മാക്രോ റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മാക്രോ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മാക്രോ റൺ ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത്, ഇതെവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് ഈ മാക്രോയ്ക്ക്. അപ്പം നമുക്കത് എന്താണ്, വിഷ്വൽ ബേസിക് എന്താണ്, അതൊക്കെ ഒന്ന് കാണാം. സിമ്പിളാണ്, ഈ വിഷ്വൽ ബേസിക് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് മനസ്സിലാക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരിക്കണം. ഞാൻ എന്തായാലും വളരെ സിമ്പിളായിട്ട് വളരെ ബേസിക് കാര്യങ്ങൾ മുതൽ പറയാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഈ കാണിക്കുന്ന എക്സാമ്പിൾ നിങ്ങളത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സലിൽ ഒരു കുറച്ച് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, കുറച്ച് ട്രൈ ചെയ്ത് നിങ്ങളുടേതായ വെർഷൻസ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്തിട്ട് മാക്രോ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കാൻ പോകണം. അപ്പോൾ അതിനു മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ആ ഡെവലപ്പർ എന്ന് പറഞ്ഞ ടാബൊക്കെ വിസിബിൾ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് ആദ്യം മാക്രോസ് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ടെസ്റ്റ് എന്നുള്ള പേരിൽ ഇപ്പോൾ ഇവിടെ മാക്രോ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ C6 എന്ന് പറഞ്ഞ അവിടെ സെല്ലിൽ 1 ടൈപ്പ് ചെയ്തു. വീണ്ടും C10 എന്ന് പറയുന്ന സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. മാക്രോ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ വേറൊരു സെല്ലിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ റിബൺ ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ മാക്രോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെവലപ്പർ എന്നുള്ള ടാബിൽ നിന്ന് മാക്രോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത എല്ലാ മാക്രോസും അവിടെ കാണാം. നമുക്കവിടെ എഡിറ്റ് എന്നുള്ള ബട്ടൺ യൂസ് ചെയ്തിട്ട് മാക്രോസ് എഡിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിയോ, വിഷ്വൽ ബേസിക് ഓപ്പൺ ആയി വരും. പ്രോപ്പർ വിഷ്വൽ ബേസിക് അല്ല, ഇത് വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻസ്, അതാണ് VBA. അത് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് കാണാം നമ്മൾ റെക്കോർഡ് ചെയ്ത സ്റ്റെപ്പ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്ത 5 ലൈനായിട്ട് ആ മാക്രോസ് ഇവിടെയുണ്ട്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് റേഞ്ച് C6 സെലക്ട്, അതായത് ആ ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ നിലവിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന സെല്ലിലേക്ക് 1 ടൈപ്പ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ചെയ്തത് റേഞ്ച് C10 ഡോട്ട് സെലക്ട്, അതായത് C10 എന്ന് പറയുന്ന ആ ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്തത് ആ കറൻ്റ്ലി ആക്റ്റീവായിട്ടിരിക്കുന്ന സെല്ലിലേക്ക് 2 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ C11 എന്ന് പറയുന്ന ആ സെല്ല് സെലക്ട് ചെയ്തു. നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പോലെ ഒരു വലിയ കാര്യമൊന്നും ഇവിടെ റെക്കോർഡായിട്ടില്ല. 5 സ്റ്റെപ്പ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആ ഒരു 5 ലൈൻ നമ്മൾ നോട്ട് പാഡിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന പോലെ 5 ലൈൻ മാത്രമേ ഇവിടെ റെക്കോർഡായിട്ടുള്ളൂ. ഇതിപ്പോൾ സേവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ കിലോബൈറ്റുള്ളൊരു ഫയലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 2 മണിക്കൂർ ലോങ് ആയിട്ടുള്ള ഒരു മൈക്രോ റെക്കോർഡ് ചെയ്തത് വെച്ചുകൊണ്ട് ഒരുപാട് വലിയ ഫയൽ സൈസ് 2 GB ഒക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പോലെ 2 GB 3 GB ഒന്നും വരുമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ എന്തൊക്കെയാണോ ചെയ്ത ആ സ്റ്റെപ്പ്, എവിടെയൊക്കെ ക്ലിക്ക് ചെയ്തു, എന്തൊക്കെ ടൈപ്പ് ചെയ്തു, അത് മാത്രമേ വരുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് C6 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തു, തുടർന്ന് അവിടെ 1 ടൈപ്പ് ചെയ്തു, C10 സെലക്ട് ചെയ്തു, അവിടെ 2 എന്ന് ടൈപ്പ് ചെയ്തു, പിന്നെ C11 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തു. ആ ഒരു 5 കോഡിങ്ങാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ റേഞ്ച് ബ്രാക്കറ്റ് അതിനുള്ളിൽ ഇതിൽ കോട്ടിൽ കൊടുത്തിരിക്കുന്നത്. C6 എന്നുള്ളത് കോട്ടിൽ കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഡോട്ട് കൊടുത്തിട്ട് സെലക്ട് എന്ന് പറയുന്നു. ആ ഒരു ഇതാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു സ്റ്റൈൽ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് സെലക്ട് C6 എന്ന് എഴുതിയാൽ പോരെ. അപ്പോൾ ആ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണത്. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. റേഞ്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കോട്ടിനുള്ളിൽ C6 ഡോട്ട് സെലക്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എന്താണ് C6 ഡോട്ട് വാല്യൂ ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം, C6 ഡോട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ടൈപ്പ് 1 ഇൻറ്റു C6 എന്ന് കൊടുക്കാം. പക്ഷെ അതൊന്നും കമ്പ്യൂട്ടർ മനസ്സിലാവില്ല. അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ആക്റ്റീവ് സെൽ ഡോട്ട് ഫോർമുല R1C1 ഈക്വൽ ടു 1. അവിടെ ആക്റ്റീവ് സെൽ ഡോട്ട് വാല്യൂ എന്ന് കൊടുത്താലും വർക്കാവും. അപ്പോൾ ഇനി നമുക്ക് അത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാനിവിടെ എക്സലിനെ സ്ക്രീനിൻ്റെ ഇടതുവശത്തേക്കും ഈ വിഷ്വൽ ബേസിക്കിനെ സ്ക്രീനിൻ്റെ വലതുവശത്തേക്കും സ്പ്ലിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ എക്സലിൽ വന്നിട്ട് ആ ടൈപ്പ് ചെയ്തതെല്ലാം അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് മാക്രോസിൽ സ്റ്റെപ്പ് ഇൻറ്റു എന്നൊരു ബട്ടണുണ്ട്. അതായത് ആ ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വിഷ്വൽ ബേസിക്കിൽ ഡീബഗ് എന്നൊരു മെനു ഉണ്ട്. അപ്പോൾ ആ ഡീബഗ് മെനുവിൽ പോയതിനു ശേഷം സ്റ്റെപ്പ് ഇൻറ്റു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഓരോ സ്റ്റെപ്പിലേക്കും പോകും. റേഞ്ച് C6.select എക്സലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതവിടെ സെലക്ഷൻ നടന്നു. ആ ടൈപ്പ് ചെയ്ത് 1 എന്നുള്ളത് അതും അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ആ കോഡ് ഓരോന്ന് സ്റ്റെപ്പായിട്ട് ഓരോ ലൈൻ റൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്ക് വിഷ്വൽ ബേസിക്കിൻ്റെ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആ കോഡ് എഴുതിയേക്കുന്ന അവിടെ കുറച്ചും കൂടെ സ്പേസ് കിട്ടും. ഇനി നമുക്കിവിടെയുള്ള 5 ലൈൻ കോഡിൽ നമുക്ക് ആദ്യത്തെ ഒരു ലൈൻ മാത്രം വെച്ചിട്ട് ബാക്കി ലൈൻ ഡിസേബിൾ ചെയ്യാം. ഡിസേബിൾ ചെയ്യാനായിട്ട് ആ ലൈനിൻ്റെ തുടക്കത്തിൽ സിംഗിൾ കോഡ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലൈൻ മാത്രം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ കണ്ടില്ലേ, എക്സലിൽ കണ്ടോ, ആ ഒരു പ്രത്യേക സെല്ല് സെലക്ട് ആയിട്ട് വന്നിരിക്കുകയാണ്. അത് ഒന്നും കൂടി നോക്കാം, ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ എക്സലിൽ വേറൊരു കോളമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ D10 എന്ന് പറയുന്ന സെല്ലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കോഡ് റൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് C6 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ആവും. കാരണം നമ്മളവിടെ എഴുതിയിരിക്കുന്ന കോഡ് അതാണ്. കണ്ടല്ലോ. ഇനി നമുക്ക് ആ രണ്ടാമത്തെ ലൈനും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ രണ്ടാമത്തെ ലൈൻ. നമുക്ക് രണ്ടാമത്തെ ലൈൻ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ലൈനിലെ കോഡാണ് 1 എന്ന് ടൈപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്കൊന്നും കൂടി കോഡ് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ആ C6 സെലക്ട് ചെയ്ത് അവിടെ 1 ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു കോഡ് ലൈനിൽ നമ്മൾ റൺ ചെയ്തപ്പം അത് മനസ്സിലായല്ലോ അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ വീണ്ടും D14 സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി കോഡ് റൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ സംഭവിക്കുന്നത്. കണ്ടോ, ഇവിടെ ഞാനത് ഫസ്റ്റ് ലൈൻ ഡിസേബിൾ ചെയ്തു. റേഞ്ച് C.select എന്നുള്ളത് ഡിസേബിൾ ചെയ്തു. അപ്പോൾ അവിടെ സംഭവിച്ചെന്താണ്, നിലവിൽ ഏത് കോളമാണോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ കോളത്തിലേക്ക് ആ 1 എന്നുള്ളത് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരുന്നത് D14 ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ ആ D14 എന്ന് പറയുന്ന സെല്ലിലേക്ക് 1 എന്നുള്ള ആ ഒരു ടൈപ്പ് ചെയ്യേണ്ട ആ ഒരു ടെക്സ്റ്റ്, ആ ഒരു വേർഡ് അവിടെ ടൈപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏത് സെല്ലിലാണോ ഇരിക്കുന്നത് ആ ആക്റ്റീവ് സെല്ല്, അതായത് കറൻറ്റ് സെല്ല്, അപ്പോൾ ആക്റ്റീവ് സെല്ലിലേക്ക് 1 ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ A1 എന്ന് പറഞ്ഞ സെല്ലിൽ സെലക്ട് ചെയ്തിട്ട് കോഡ് റൺ ചെയ്തപ്പം അവിടെ 1 വന്നു. നമുക്ക് ആ ഫോർമുല R1C1 എന്നുള്ളത് മാറ്റി R2 അല്ലെങ്കിൽ ആ ലൈനിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. കണ്ടോ, അപ്പോൾ അവിടെ റൺ ടൈം എറർ എന്ന് കാണിച്ചിട്ട് അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് എന്തോ ഒരു എററുണ്ട്, അതാണ് അവിടെ റൺ ടൈം എറർ എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലൈൻ അത് കറക്റ്റായിട്ട് ഫോർമുല R1C1 എന്ന് തന്നെ കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു സെല്ലിൽ ആ കറക്റ്റ് വാല്യൂ വരത്തുള്ളൂ. ഇനി നമുക്ക് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ 3 ലൈൻ കോഡ് നമുക്കത് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ 2 ലൈൻ കോഡിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് മറ്റുള്ള ഒരു വേറൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ആ ബാക്കിയുള്ള ലൈനൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ആ 2 ലൈനെ താഴേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഞാനിവിടെ പുതിയൊരു ലൈൻ ഞാൻ സ്വന്തമായിട്ട് എഴുതാണ്, നമ്മൾ റെക്കോർഡ് ചെയ്തതല്ല, സ്വന്തമായിട്ട് എഴുതുകയാണ്. റേഞ്ച് C1.select. അപ്പോൾ അവിടെ എക്സൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ C1 എന്നുള്ള കോളം സെലക്ട് ചെയ്യണം. അതാണല്ലോ സംഭവിക്കേണ്ടത്. നമ്മളത് പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ കോഡ് ലൈൻ എഴുതുന്നത്. എന്നിട്ട് ആ ലൈനിലേക്ക് ആക്റ്റീവ് സെൽ ഡോട്ട് ഫോർമുല R1
1 ടൈപ്പ് ചെയ്യുക എന്നുള്ളത് കൊടുത്തു. ആക്റ്റീവ് സെല്ലിൻ്റെ വാല്യൂ 1 എന്നുള്ളതാക്കുക എന്നുള്ള ആ ഒരു കോഡും കൂടെ അവിടെ കൊടുത്തു. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. അപ്പം C1 എന്ന് പറയുന്ന ആ സെല്ലിൽ ആ വാല്യൂ കൊടുത്തു. അപ്പം നമുക്ക് ഏത് സെല്ലിലാണോ എന്തെങ്കിലും ഒരു പ്രത്യേക വാല്യൂ, പ്രത്യേക വേർഡ്, ടെക്സ്റ്റ് വേണ്ടത് അതിനിങ്ങനെ കോഡ് എഴുതിയാൽ മതി. അപ്പം നമ്മൾ ആ C1 എന്നുള്ളത് മാറ്റിയിട്ട് A1 എന്നാക്കുകയാണെങ്കിൽ, അതുപോലെ ആ രണ്ടാമത്തെ ലൈനിൽ ആ 1 എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ സംഖ്യയായിട്ടുള്ള 1 കൊടുക്കുകയാണ്. നമ്മളിവിടെ ആ ഒരു സെല്ലിലെ വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ള 2 ലൈൻ കോഡ് നമുക്ക് മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ഒരു 5 ലൈൻ നമുക്ക്, അതായത് സെൽ A1 മുതൽ A5 വരെയുള്ള കണ്ടിന്യൂസ് ഒരു 5 സെല്ലിൽ വാല്യൂ 1 2 3 4 5 എന്ന് മാനുവലി ടൈപ്പ് ചെയ്യാതെ വിഷ്വൽ ബേസിക് വെച്ച് VBA വെച്ചിട്ട് കോഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ആദ്യത്തെ ഒരു ലൈൻ കോപ്പി ചെയ്തിട്ട് റേഞ്ച് A1 ഡോട്ട് സെലക്ട് അതിൽ 1 എന്നുള്ള അക്കം കൊടുക്കാമെന്ന് എഴുതി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ A1 എന്നുള്ളത് മാറ്റി A2 എന്നുള്ള സെല്ല് കൊടുത്തു. അക്കം വരേണ്ടത് 2 എന്ന് കൊടുത്തു. അതുപോലെ തുടർന്ന് 3 4 5 അങ്ങനെ കൊടുത്തു. അപ്പോൾ അവിടെ ഓരോ സെല്ലും സെലക്ട് ചെയ്യേണ്ടത് A1 A2 A3 A4 A5 എന്ന് കൊടുത്തു. അതിൽ വരേണ്ട വാല്യൂ 1 2 3 4 5 കൊടുത്തു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അത് വന്നു. 1 2 3 4 5 എന്നുള്ളത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മാനുവലി ചെയ്തതല്ല, വിഷ്വൽ ബേസിക് വഴി കോഡ് വഴി ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഓരോ കോളത്തിലും എന്തെങ്കിലും വാല്യൂ കൊടുക്കണമെങ്കിൽ എന്ത് കോഡാണ് എഴുതേണ്ടതെന്നുള്ളത്. നമുക്ക് പുതിയൊരു സംഭവം നോക്കാം. അതായത് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു സെല്ലിലേക്കുള്ള വാല്യൂ 1 കൊടുക്കുക എന്നുള്ളത് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ ചെയ്ത് നോക്കുന്നതാണ് ഒരു പ്രത്യേക സെല്ലിലേക്ക്, അതായത് രണ്ടാമതൊരു സെല്ലിലേക്ക് ആദ്യത്തെ സെല്ലിലെ വാല്യൂ, ആദ്യത്തെ സെല്ലിൽ എന്താണോ വാല്യൂ അത് രണ്ടാമത്തെ സെല്ലിലേക്ക് വരാനുള്ള ഒരു കോഡ് അതെങ്ങനെ കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ലൈൻ കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിൽ A1 എന്നുള്ളത് പകരം മാറ്റിയിട്ട് ഞാനിവിടെ B1 എന്നാക്കി. അപ്പോൾ എനിക്കെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ B1 എന്ന് പറയുന്ന സെല്ലിലേക്ക് ആ A1ലെ വാല്യൂ കോപ്പി ചെയ്തിടണം. അപ്പം ഇവിടെ B1 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ B1ലെ ആക്റ്റീവ് സെൽ, അതാണല്ലോ ആക്റ്റീവായിട്ടുള്ളത്, അപ്പോൾ ആക്റ്റീവ് സെല്ലിലെ വാല്യൂ എന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടത് A1 എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂ വേണ്ടത്. അപ്പോൾ അത് A1 ആണ് കോപ്പി. ഞാനത് കോപ്പി ചെയ്യാൻ വേണ്ടി ആ ലൈനിൽ നിന്ന് മൗസ് മാറ്റിയപ്പം അവിടെ എറർ കാണിച്ചു. കുഴപ്പമില്ല. ഇനിയിപ്പം അതിലേക്ക് വരേണ്ട വാല്യൂ ഞാൻ പറഞ്ഞിരിക്കുകയാണ് റേഞ്ച് A1 ഡോട്ട് ടൈപ്പ് ചെയ്തതനുസരിച്ച് അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പം അതിലുള്ള ഗുണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുകയാണ് B1 സെലക്ട് ചെയ്യുക, ആക്റ്റീവ് സെൽ ഡോട്ട് ഫോർമുല R1 C1 ഈക്വൽ ടു റേഞ്ച് A1 ഡോട്ട് ഫോർമുല R1 C1 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ആദ്യത്തെ കോളത്തിൽ 1 മുതൽ 5 വരെ താഴോട്ട് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ B1 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തു. അതിലേക്ക് A1 എന്ന് പറയുന്ന സെല്ലുണ്ടായിരുന്ന വാല്യൂ എന്താണോ അത് അപ്ലൈ ചെയ്തു. ഇതാണിപ്പോൾ ആ ഒരു കോഡ്. നമ്മൾ ആദ്യം 1 മുതൽ 5 വരെ ടൈപ്പ് ചെയ്തു. A എന്ന് പറയുന്ന സെല്ലിൽ A1 A2 A3 A4 A5ൽ 1 മുതൽ 5 വരെ ടൈപ്പ് ചെയ്തു താഴോട്ട്. അതിനുശേഷം B1 സെലക്ട് ചെയ്യുന്നു. അവിടെ A1 എന്ന് പറയുന്ന ആ കോളത്തിലുണ്ടായിരുന്ന സെല്ലിലുണ്ടായിരുന്ന വാല്യൂ എന്താണോ അത് B1 എന്ന് പറയുന്ന സെല്ലിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കോഡ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഒരു 2 ലൈൻ കോഡ് മാത്രം അവിടെ ഉണ്ടല്ലോ, അതവിടെ വെച്ചിട്ട് വ്യത്യസ്തമായൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാനവിടെ ആദ്യത്തെ റേഞ്ച് A1 ഡോട്ട് സെലക്ട് എന്നുള്ള ആ ഒരു ലൈൻ മാത്രം വെച്ചിട്ട് രണ്ടാമത്തെ ലൈൻ ഡിസേബിൾ ചെയ്തു. ഇനി ഞാൻ ആ കോഡിൽ ചെറിയ മാറ്റം വരുത്തി ആദ്യത്തെ 2 ലൈൻ അങ്ങോട്ട് ഡിസേബിൾ ചെയ്യണം. എന്നിട്ട് റേഞ്ച് B1 ഡോട്ട് സെലക്ട് എന്നിട്ട് A1 എന്നുള്ള കോളത്തിലെ വാല്യൂ കോപ്പി ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഞാൻ എക്സലിൽ വന്നിട്ട്
ആ A1 വാല്യൂ ചേഞ്ച് ചെയ്തു. അതിലുണ്ടായിരുന്ന സിജോ എന്നായിരുന്നു, ഞാനത് മാറ്റിയിട്ട് എന്തോ വെറുതെ ഒരു റഫ് ടെക്സ്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്യുന്നു. കോഡ് റൺ ചെയ്യുന്ന സമയത്ത് ആ ആദ്യത്തെ കോളത്തിലുണ്ടായിരുന്ന വാല്യൂ എന്താണോ അത് രണ്ടാമത്തെ കോളത്തിലേക്ക് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഞാനിപ്പം A1 എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂ ചേഞ്ച് വരുത്തി B1 എന്ന് പറയുന്ന സെല്ലിലും ഞാൻ എന്തോ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് കോഡ് റൺ ചെയ്യാണ്. അപ്പം എന്നിട്ട് A1 എന്ന് പറയുന്ന സെല്ലിൽ 44 എന്ന് ടൈപ്പ് ചെയ്യുന്നു. B1 എന്ന് പറയുന്ന സെല്ലിൽ SS എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു വാല്യൂ ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ഇവിടെ എന്നിട്ട് കോഡ് റൺ ചെയ്യാണ്. അപ്പോൾ ഇവിടെ A1 എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂ B1 എന്ന് പറയുന്ന സെല്ലിലേക്ക് കോപ്പി ചെയ്തിരിക്കുകയാണ്. ആ B1 ഓൾറെഡി ഉണ്ടായിരുന്ന വാല്യൂ എന്തോ ആയിക്കോട്ടെ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ A1 വാല്യൂ കോപ്പി ചെയ്ത് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് B1 എന്ന് പറയുന്ന സെല്ലിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റിയിട്ടാണ് നഷ്ടപ്പെടുന്നത് നമുക്ക്. എന്നിട്ടാണ് A1 വാല്യൂ കോപ്പി ചെയ്യപ്പെടുക. ഇപ്പം നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ കണ്ടില്ലേ, അതായത് നമ്മൾ ആക്റ്റീവ് സെൽ ഡോട്ട് ഫോർമുല R1C1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വാല്യൂ കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ വെറുതെ അങ്ങോട്ട് ഒരു ലൈൻ അങ്ങ് ടൈപ്പ് ചെയ്യുകയാണ്. സിജോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സിജോ ഈക്വൽ ടു ആക്റ്റീവ് സെൽ ഡോട്ട് ഫോർമുല R1C1 എന്ന് പറയുമ്പോൾ നിലവിൽ ആക്റ്റീവ് ആയിരിക്കുന്ന സെല്ലിലെ വാല്യൂ എന്താണോ അത് സിജോയിലേക്ക് കൊടുക്കും. നമ്മൾ പറഞ്ഞിട്ടില്ല, അതായത് A ഈക്വൽ ടു 1 ആണെങ്കിൽ B എന്തായിരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും A1 ആണെങ്കിൽ B 2 ആയിരിക്കും എന്ന്. അത് നമുക്ക് പറയുന്ന പോലെ സിജോ ഈക്വൽ ടു ആക്റ്റീവ് സെൽ ഡോട്ട് ഫോർമുല R1C1 എന്ന് പറയുമ്പോൾ ആക്റ്റീവ് സെല്ലിലെ വാല്യൂ എന്താണോ അത് സിജോയിലേക്ക് അസൈൻ ചെയ്യും. അപ്പം സിജോയുടെ വാല്യൂ, സിജോ എന്ന് പറയുന്നത് ആക്റ്റീവ് സെല്ലിലെ വാല്യൂ എന്തായിരിക്കും. ഇപ്പം ആക്റ്റീവ് സെൽ എന്ന് പറയുന്നത് A1 ആണെങ്കിൽ അതിലിപ്പം ടൈപ്പ് ചെയ്തിരിക്കുന്നത് 100 എന്നാണ്. അപ്പോൾ സിജോ ഈക്വൽ ടു ആക്റ്റീവ് സെൽ ഡോട്ട് ഫോർമുല R1C1 എന്ന് പറയുമ്പോൾ സിജോ ഈക്വൽ ടു 100 എന്നായി മാറും. കോഡ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. A1 സെലക്ട് ചെയ്തു. എന്നിട്ട് സിജോ ഈക്വൽ ടു ആക്റ്റീവ് സെൽ ഡോട്ട് ഫോർമുല R1C1. അന്നേരം സിജോ ഈക്വൽ ടു 100 ആയി. അതിനുശേഷം B1 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് B1 എന്ന് പറയുന്ന സെല്ലിലെ, അതായത് ആക്റ്റീവ് സെല്ലിലെ വാല്യൂ സിജോയിൽ എന്താണോ അതാക്കി കൊടുക്കുന്നു. അപ്പം B1 100 വന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ കൂടെ കോഡ് ആഡ് ചെയ്യുന്നു. സിജോ ഈക്വൽ ടു സിജോ പ്ലസ് 1. സിജോയുടെ വാല്യൂ എന്താണോ അത് ഒരു അക്കം കൂട്ടുക, ഒന്ന് കൂട്ടുക അതിനോടൊപ്പം. എന്നിട്ട് B1 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്ത് അതിലേക്ക് സിജോയുടെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ സിജോയുടെ വാല്യൂ, അതായത് B1 എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂ 101 വന്നേക്കാണ്. മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതൊരു പുതിയതായിട്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. താങ്ക് യു.